വളരെ വളരെ ലേറ്റായിട്ടുള്ള സെക്കൻഡ് പാർട്ടാണെന്ന് എനിക്കറിയാം. ഒരുപാട് തിരക്കുണ്ടായിരുന്നു. അങ്ങനെ സെക്കൻഡ് പാർട്ടിൻ്റെ വോയിസ് ഒന്നും റെക്കോർഡ് ചെയ്യാൻ പറ്റിയില്ല. അങ്ങനെ ഞങ്ങൾ അഹമ്മദാബാദ് യാത്രയ്ക്ക് ശേഷം ജയ്സൽമീർ ട്രെയിനും കയറി. ഉച്ചയ്ക്ക് 12:30 കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ജയ്സൽമീറിലെത്തി. എന്നിട്ട് അവിടെ നിന്ന് ഞങ്ങൾ എല്ലാവരും കൂടി ബസ്സിൽ ഞങ്ങൾ സ്റ്റേ ചെയ്യുന്ന ക്യാമ്പിലേക്ക് പോയി. ഇതാണ് ജയ്സൽമീറിലെ കാഴ്ചകൾ. നല്ല പൊടിയായിരുന്നു, തണുപ്പുണ്ടായിരുന്നു കേട്ടോ, നല്ല തണുപ്പായിരുന്നു. അങ്ങനെ അവിടെ ഒരു സ്ഥലത്ത് നിർത്തി നമ്മൾ കുറച്ച് സ്നാക്സൊക്കെ മേടിക്കാൻ വേണ്ടി ഒരു സ്ഥലത്ത് നിർത്തിയായിരുന്നു. എന്നിട്ട് അവിടെ നിന്ന് പിന്നെ യാത്ര ചെയ്ത് കുറച്ച് ദൂരം യാത്ര ചെയ്തിട്ടാണ് ഞങ്ങൾ എവിടെയാണോ സ്റ്റേ ചെയ്യുന്ന ക്യാമ്പിലെത്തിയത്. വളരെ മനോഹരമായൊരു സ്ഥലമായിരുന്നു ജയ്സൽമീർ. ഒരുപാട് മണലുമൊക്കെ ആണെങ്കിൽ നല്ല തണുപ്പായിരുന്നു. ഞങ്ങൾ ചെന്നപ്പോൾ തണുപ്പും, പക്ഷേ എൻ്റെ കൂടെ പൊടി കുറച്ച് പ്രശ്നമായിരുന്നു. ഈ പൊടി അടിച്ച് കയറുമ്പോൾ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അങ്ങനെ ഞങ്ങൾ ക്യാപ്പും മാസ്കും ഒക്കെ വെച്ച് ഞങ്ങൾ അഡ്ജസ്റ്റ് ചെയ്തു. അങ്ങനെ കുറേ ദൂരം യാത്ര ചെയ്ത് ഞങ്ങൾ ക്യാമ്പിലെത്തി. ഇതാണ് ഞങ്ങൾ സ്റ്റേ ചെയ്യുന്ന സ്ഥലം. നല്ല ഭംഗിയുള്ള സ്ഥലമായിരുന്നു. ഞങ്ങൾക്ക് ടെൻറ്റ് പോലത്തെ ടെൻറ്റായിരുന്നു റൂംസ് എല്ലാം. ഒരു റൂമിൽ 4 പേരെന്ന രീതിയിലായിരുന്നു. ഹലോ ഗൈസ്, ഇതാരാ ഈ കണ്ണാടി വെച്ച മതമാ? മാസ്ക് താകൂ. എങ്ങനെയുണ്ട് കുട്ടി നമ്മുടെ റൂം? അടിപൊളി സെറ്റ് റൂം. നമുക്കത് നമുക്ക് നമ്മുടെ ഗൈസിനെ നമ്മുടെ റൂം കാണിക്കട്ടെ. ബെഡ്റൂം. നമുക്ക് ബാത്റൂം ഒന്ന് കാണിച്ചെടുക്കാം. എന്നൊരു ബാത്റൂം ഒന്ന് തുറക്കും. ആശിഷ് കിരൺ, എങ്ങനെയാണ് നമ്മുടെ റൂം? ഇവന്ന് കണ്ടൂടെ, ഇരുട്ട്, ഭയങ്കര ഇരുട്ട്. നമ്മളെല്ലാരെയും നമ്മളെടുക്കും, ഉൾപ്പെടുത്തും നമ്മള്. ഇതാരാ? ഇതാണ് പോളപ്പൻ. കലിപ്പാവണെന്തിന്? ഇതാണ് ബാത്റൂം. ഹലോ മോളെ, പറ. അങ്ങനെ ഞങ്ങൾ കുറച്ച് നേരം അവിടെ നിന്ന് വീഡിയോസൊക്കെ എടുത്ത് ഫോട്ടോസൊക്കെ എടുത്തിട്ട്, റേഞ്ച് ഭയങ്കര കുറവായിരുന്നേ. അപ്പോൾ വീഡിയോയും ഫോട്ടോയൊക്കെ എടുത്തിട്ട് ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വേണ്ടി പോയി. ഞങ്ങൾ നിൽക്കുന്നതിൻ്റെ അവിടെ സൈഡിലായിട്ടിരുന്ന് ഫുഡ്. അങ്ങനെ നടന്ന് ഞങ്ങൾ അവിടെ ടേബിളും ഇതൊക്കെ ഇട്ടിട്ടുണ്ട്. ഞങ്ങൾ ഉള്ളിലിരുന്നാണ് കഴിച്ചത്. ഭയങ്കര ഭംഗിയായിരുന്നു സ്ഥലം കാണാനായിട്ട്. അങ്ങനെ ഫുഡ് കഴിക്കാൻ വേണ്ടി ഞങ്ങൾ അകത്ത് കയറി. നല്ല ഫുഡായിരുന്നു, ബൊഫേ പോലെ ആയിരുന്നു. നല്ല ഫുഡായിരുന്നു ഞങ്ങൾക്ക് അവിടെ ഉണ്ടായിരുന്നത്. അങ്ങനെ അവിടെ ചെന്ന് കറിക്കൊക്കെ വേണ്ടി ഒരു സെപ്പറേറ്റ് പ്ലേറ്റൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. പ്ലേറ്റും സ്പൂണും ഒക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ പ്ലേറ്റൊക്കെ എടുത്തിട്ട് അങ്ങനെ ഞങ്ങൾക്ക് കഴിക്കാൻ ചപ്പാത്തി ഉണ്ടായിരുന്നു, ഉരുളക്കിഴങ്ങ് കറി ഉണ്ടായിരുന്നു. അപർണ എന്നെ ഹെൽപ്പ് ചെയ്ത് കേട്ടോ. ഞാൻ ഫോണിൽ വീഡിയോ എടുത്തുകൊണ്ടിരുന്നതുകൊണ്ട് അവളെനിക്കെല്ലാം എടുത്ത് വെച്ച് തന്നായിരുന്നു. അപ്പോൾ ചപ്പാത്തി, ഉരുളക്കിഴങ്ങ് കറി, പിന്നെ കടല ഉണ്ടായിരുന്നു, കടലക്കറി, പിന്നെ കുറച്ച് റൈസ്. അവിടെ വേറെ ടൈപ്പ് റൈസാണല്ലോ. അപ്പം ഇതൊന്നും നമ്മളിവിടുത്തെ ഫുഡ് പോലെ അല്ല, പക്ഷേ കൊള്ളായിരുന്നു കേട്ടോ. റൈസ് ഉണ്ടായിരുന്നു, കുറച്ച് റൈസ്. പിന്നെ നമ്മളിവിടെയൊക്കെ പപ്പടമല്ലേ, അവിടെ പപ്പടം എന്ന് പറയുന്ന സാധനം ഞാൻ കണ്ടില്ല കേട്ടോ. പപ്പടത്തിന് പകരം ഇങ്ങനത്തെ ഒരു സംഭവമാണ് അവിടെ ഉണ്ടായിരുന്നത്. ഇങ്ങനെ പൊരിപ്പാണ് ഉണ്ടായിരുന്നത്. പിന്നെ ഇത്രയാണ് ഞങ്ങൾക്ക് ഉണ്ടായിരുന്നത്. എന്നിട്ട് ഞങ്ങൾ കഴിക്കാൻ പോയി എല്ലാവരും. അപ്പോഴാണ് ഫുഡ് കഴിക്കാൻ വന്നത്. എല്ലാവരും വിശന്നാണ് വന്നത്, ഉച്ചയായിരുന്നു. പിന്നെ ഫുഡൊക്കെ കഴിച്ചിട്ട് അവിടുത്തെ വെള്ളത്തിൽ നമുക്ക് പൈപ്പ് വെള്ളത്തിൽ കഴുകാൻ പറ്റത്തില്ല കേട്ടോ, ഭയങ്കര ഉപ്പാണ്. അവരതുകൊണ്ട് കൈ കഴുകാൻ വേണ്ടി സെപ്പറേറ്റ് ഒരു ഇത് വെച്ചിരുന്നു. കാര്യം അവിടുത്തെ അല്ലാത്ത വെള്ളത്തിന് ഭയങ്കര ഉപ്പാണ്, വായി തൊടാൻ വയ്യാത്ത ഉപ്പാണ്. അങ്ങനെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചിട്ട് അവിടേക്ക് നടന്നു. ഇതവിടെ വൈകിട്ട് എന്തോ പ്രോഗ്രാംസ് ഉണ്ട്, അതിന് വേണ്ടിയുള്ള സ്ഥലമാണ്. ലൈറ്റും കസേരയും ഇങ്ങനെ റൗണ്ടിന് ഉള്ള ഭാഗം ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് അതിൻ്റെ അപ്പുറത്ത് സ്വിമ്മിംഗ് പൂൾ ഉണ്ടായിരുന്നു. നല്ല ഭംഗിയുള്ളൊരു സ്വിമ്മിംഗ് പൂളായിരുന്നു. പിന്നെ അത് കഴിഞ്ഞ് അതിൻ്റെ അപ്പുറത്ത് കുറച്ച് ഊഞ്ഞാലും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ.
നമുക്ക് പക്ഷേ സ്വിമ്മിംഗ് പൂളിൽ ഇറങ്ങാൻ പറ്റിയില്ല. ഞങ്ങൾ ഇതൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ ക്യാമൽ റൈഡിനൊക്കെ പോയിട്ട് വന്നപ്പോൾ ലേറ്റ് ആയതുകൊണ്ട് സ്വിമ്മിംഗ് പൂളിൽ ഞങ്ങൾക്ക് ഇറങ്ങാൻ പറ്റിയില്ല. ബോയ്സൊക്കെ ഇറങ്ങിയായിരുന്നു, ഞങ്ങൾക്ക് ഇറങ്ങാൻ പറ്റിയില്ല. പിന്നെ അവിടെ ഇതുണ്ടായിരുന്നു, ഊഞ്ഞാലുണ്ടായിരുന്നു, അങ്ങനെ കുറച്ച് റൈഡ്സ് സംഭവം കയറാൻ പറ്റിയ അങ്ങനെ കുറച്ച് സംഭവങ്ങളുണ്ടായിരുന്നു. നല്ല ഭംഗിയുള്ളൊരു സ്ഥലമായിരുന്നു. ചുറ്റും ഇങ്ങനെ റൗണ്ട് ചെയ്താണ് കുറേ ടെൻസ് ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ഞങ്ങൾ ക്യാമൽ റൈഡിന് പോയി, ഡെസേർട്ടിൽ പോയി. ക്യാമൽ റൈഡ് അടിപൊളിയായിരുന്നു കേട്ടോ. കാണും പോലെയൊന്നുമല്ല, നമ്മൾ കാണുമ്പോൾ വിചാരിക്കും നല്ല രസം, ഈസി ആയിരിക്കും വിചാരിക്കും. പക്ഷെ അങ്ങനെയൊന്നും അല്ല കേട്ടോ. കയറുമ്പോൾ നമ്മൾ അയ്യോ വിളിയായിരുന്നു കിടന്ന് കയറുമ്പോഴും ഇറങ്ങുമ്പോഴൊക്കെ. അവിടെ നടുക്ക് ഭാഗത്ത് കുറച്ച് ചായയുടെ ഒക്കെ ഇതുണ്ടായിരുന്നു. അവിടെ കയറി ചായ കുടിച്ചു. പിന്നെ ക്യാമൽ സവാരിക്ക് പോയി. ഞങ്ങൾ 2 പേരാണ് ഒന്നിൽ കയറുന്നത്. അപ്പം ഞാനും ഗൗരിയും കൂടെയാണ് കയറിയത്. അങ്ങനെ ഞങ്ങൾ ക്യാമൽ റൈഡ് കഴിഞ്ഞ് വന്നപ്പോൾ രാത്രിയായി. എന്നിട്ട് അവിടെ വന്നപ്പോൾ അവർ കുറച്ച് അവിടുത്തെ എന്തോ ആചാരമെന്ന് തോന്നുന്നു, ഞങ്ങൾക്ക് പൊട്ടൊക്കെ ഇട്ട് പൂവൊക്കെ ഇട്ടിട്ടാണ് ഞങ്ങളെ അകത്തോട്ട് കയറ്റി. നല്ല രസമുണ്ടായിരുന്നു. ഇതാണ് നൈറ്റ് വ്യൂ. അവിടുത്തെ നിറച്ച് ലൈറ്റും കാര്യങ്ങളൊക്കെ ആയിട്ട് ഭയങ്കര ഭംഗിയായിരുന്നു കാണാൻ. ഞങ്ങൾ ചെന്നപ്പോൾ അവിടെ സ്നാക്സും ടീയൊക്കെ കുടിക്കാനുള്ള ടൈമായി. അങ്ങനെ ഞങ്ങൾ അവിടുത്തെ ഭംഗിയുള്ള ലൈറ്റും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് സ്നാക്സ് കഴിച്ചിട്ട് ചെല്ലാൻ പറഞ്ഞു. കാര്യം അവിടെ നൈറ്റിൽ പ്രോഗ്രാംസ് ഉണ്ടായിരുന്നു. അവിടെ രാജസ്ഥാനി ഡാൻസും പാട്ടും ഒക്കെ ആയിട്ട് അവിടെ പ്രോഗ്രാം ഉണ്ടായിരുന്നു. അങ്ങനെ നൈറ്റിൽ പ്രോഗ്രാമിനൊക്കെ ശേഷം ഞങ്ങൾ കിടന്നുറങ്ങി. ഭയങ്കര തണുപ്പായിരുന്നു കേട്ടോ. അങ്ങനെ കിടന്നുറങ്ങിയിട്ട് പിറ്റേ ദിവസം രാവിലെ ഞങ്ങൾക്ക് കുൽദാര വില്ലേജിലായിരുന്നു അടുത്ത സൈറ്റ് സീയിങ് എന്ന് പറയണത്. അപ്പം ഞങ്ങൾ രാവിലെ എണീറ്റ് ബസ്സിൽ കുൽദാര വില്ലേജ് കാണാൻ വേണ്ടി പോയി. നല്ല ഭംഗിയുള്ള സ്ഥലമായിരുന്നു അത്. സംഭവം ഓൾഡായിട്ടുള്ളൊരു കെട്ടിടങ്ങളും കാര്യങ്ങളൊക്കെ ഉള്ളൊരു വില്ലേജാണ്. അതിൻ്റെ കാര്യമാണ് എഴുതി വച്ചിരിക്കുന്നത്. സത്യം ജയ്സൽമീർ എന്ന സ്ഥലം ഫുള്ള് ഇതുപോലൊരു ബ്രൗണിഷ് കളർ, അതായത് മണ്ണിൻ്റെ പോലത്തെ കളറാണ് കേട്ടോ. നല്ല രസമായിരുന്നു. അങ്ങനെ ഒരുപാട് ചെടിയും കാര്യങ്ങളൊന്നും ഇല്ലാത്ത ഭംഗിയുള്ളൊരു സ്ഥലമായിരുന്നു. അങ്ങനെ കുറച്ച് ചുവർ ചിത്രങ്ങളൊക്കെ ഉള്ള അവിടെ ഒരുപാട് ഞങ്ങൾ ചെന്നപ്പോൾ ആളുണ്ടായിരുന്നു. വേറെ സ്ഥലത്തു നിന്നൊക്കെ ആൾക്കാർ അവിടെ കാണാൻ വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ അവിടെ എല്ലാം നടന്ന് കണ്ടതിന് ശേഷം നമ്മൾ അവിടെ നിന്ന് കുറച്ച് മാഗി കഴിച്ചിട്ട് പിന്നെ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് ഫുഡ് കഴിക്കാൻ പോയി. ഫുഡ് കഴിച്ചിറങ്ങിയിട്ട് ഒരു ചായ കുടിക്കുന്നുണ്ടായിരുന്നു. അവിടുത്തെ ഫുഡ് അത്ര ടേസ്റ്റ് ഒന്നും ഇല്ലായിരുന്നു. അങ്ങനെ ഞങ്ങൾ അവിടെ ഇറങ്ങിയിട്ട് ചായ കുടിച്ചു. പക്ഷേ ആ ചായ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. എന്നിട്ട് അവിടെ ഫോർട്ടിൽ കയറി. ഇതാണ് ഫോർട്ട്. അതിൻ്റെ അകത്ത് നമ്മൾ 100 രൂപ കൊടുക്കുമ്പോൾ അവർ രാജസ്ഥാനി ഡ്രസ്സൊക്കെ ഇട്ട് നമുക്ക് ഫോട്ടോ എടുത്ത് തരും. അതിനുശേഷം ഞങ്ങൾക്ക് അവിടെ നിന്ന് രാത്രി ട്രെയിനായിരുന്നു. അവിടെ നിന്ന് ജയ്സൽമീറിൽ നിന്ന് നമ്മൾ 7 മണിക്ക് ട്രെയിനായിരുന്നു. ട്രെയിനിൽ ഞങ്ങൾ ഡൽഹിയിലേക്ക് പോയി.